ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാം അപ്പം എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളോട് പറയാൻ പോകുന്നത് പിമ്പിൾസിനുള്ള, നമ്മുടെ മുഖക്കുരുവിനുള്ള ഒരു ഹോം റെമഡി പറഞ്ഞുതരാനാണ്. കാരണം എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ മുഖക്കുരു. എല്ലാവരും എന്നോട് പറയാറുണ്ട്. കാരണം എന്തെങ്കിലും ചോക്ലേറ്റ് ഒക്കെ കഴിച്ചാലോ അല്ലെങ്കിൽ എന്താ പറയുക ഓയിലി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പിമ്പിൾസ് വരുന്നു. അപ്പം അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരണേ. ഞാൻ ഒത്തിരി ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒത്തിരി ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ട്, ഫലം കിട്ടിയൊരു റെമഡിയാണിത്. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാന്ന് വെച്ച് അതിന് നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എനിക്കറിയാം നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യാതെ എല്ലാവരും കാണുന്നേന്ന് കുറേകളൊക്കെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ, പ്ലീസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യില്ലേ? ഈ മുഖക്കുരുവിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി എല്ലാവർക്കും വീട്ടിൽ തന്നെയുള്ള സാധനം കേട്ടോ. അതൊക്കെ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവുന്നതാണ്, നമുക്കൊരു ചിലവും ഇല്ല. എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എത്ര പിമ്പിൾസ് ഇപ്പം മുഖം നിറയെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി തൈരും മഞ്ഞളൊക്കെ എടുക്കണ്ടു. ഇതിന് വേണ്ടുന്നത് മഞ്ഞളും തൈരും കേട്ടോ, മഞ്ഞളും തൈരും. അപ്പം അതെത്രയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു സ്പൂണ് തൈരെടുത്ത് അതിൻ്റെ അകത്ത് നിങ്ങൾ ഒരു നുള്ളു മഞ്ഞൾ മിക്സ് ചെയ്താൽ മതിയാവും. അപ്പം നിങ്ങൾ എന്ത് വേണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഫേസ് മുഴുവനൊന്നും അപ്ലൈ ചെയ്യണമെന്നില്ല, മുഖക്കുരുള്ള ഭാഗത്ത് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതെപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രി ചെയ്ത് കൊടുക്കണം കേട്ടോ. പകലൊന്നും നിങ്ങളത് ചെയ്യരുത്. രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ നിങ്ങളിത് ചെയ്താൽ മതി. മഞ്ഞളെടുത്ത് തൈരും എടുത്തൊന്ന് മിക്സ് ചെയ്ത് അതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് തുടച്ച് അതിന് ശേഷം ഈ മിക്സ് ചെയ്ത മഞ്ഞളും തൈരും നിങ്ങൾ ഈ മുഖക്കുരുള്ള ഭാഗത്ത് തൊട്ട് വെച്ച് കൊടുക്കുക. ഫേസിലെല്ലായിടത്തൊന്നും വെക്കണ്ട, മുഖക്കുരുവിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആകാൻ വിടുക. അത് ഡ്രൈ ആവും. പിന്നെ നിങ്ങൾ അപ്പം തന്നെ കഴുകി കളയരുത്. പിന്നെ അത് വെച്ച് തന്നെ നിങ്ങൾക്ക് കിടന്നുറങ്ങാം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങളത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം മഞ്ഞൾ ഒത്തിരി കൂടുതൽ ചേർക്കണ്ട കേട്ടോ. അപ്പം നിങ്ങളത് വെച്ച സ്ഥലത്ത് ചിലപ്പോൾ മഞ്ഞ കളറായി അതൊക്കെ പോവും. പക്ഷെ എന്നാലും നമുക്ക് പുറത്തൊക്കെ പോകേണ്ടതല്ലേ. അപ്പം മഞ്ഞൾ കുറച്ച് ചേർത്താൽ മതിയാവും. അങ്ങനെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. ഇത് അത്രയും കാരണം ഞാൻ ഒത്തിരി പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒത്തിരി പേര് എൻ്റെ കസ്റ്റമേഴ്സൊക്കെ എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പിമ്പിൾസ് വന്നിട്ട് ഞാൻ പറയും നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് അത് ചെയ്തിട്ട് ഫലം കിട്ടിയതാട്ടോ. ഒത്തിരി പേർക്ക് ഫലപ്രദമായിട്ടുള്ളൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്കും മുഖക്കുരു വന്നപ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു ചെയ്തത്. അപ്പോൾ അതിൻ്റെ പാട് പോലും മാറിയിട്ടുണ്ട്. നിങ്ങൾക്കത് എപ്പോഴും വേണമെങ്കിലും ചെയ്യാം. കാരണം മുഖക്കുരു നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അത് വെച്ച് പിറ്റേന്നാളാകുമ്പോൾ അങ്ങനെ അവിടെ മുഖക്കുരു പിമ്പിൾസ് തന്നെ എല്ലാം ഡ്രൈ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ അത് പോവും. പിന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ പാടുകളൊക്കെ പോവും. മുഖക്കുരു വന്ന പാടപ്പോൾ എല്ലാവർക്കും മുഖത്തുണ്ടാവുമല്ലോ. അപ്പം ഇതൊക്കെ പോവും. ഇതിനൊക്കെയുള്ള ഒരു നല്ലൊരു സൊല്യൂഷനാണിത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ അറിയാനുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഞാൻ എല്ലാം വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരും, പറഞ്ഞു തരും. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം. കാരണം എനിക്കും ഒരു സമയത്ത് ചില സമയത്ത് മാസ്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പിമ്പിൾസ് ഒക്കെ വരാറുണ്ട്. ഞാൻ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പിമ്പിൾസ് ഒക്കെ മാറിയിട്ടുണ്ട്. അതിൻ്റെ മാർക്ക് പോലും എൻ്റെ മുഖത്തുനിന്ന് പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ പിമ്പിൾസിൻ്റെ ഈ ഒരു ഹോം റെമഡി എല്ലാവരും ചെയ്തു നോക്കണം. കാരണം ഇതിലൊന്നും കെമിക്കൽസ് ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ മഞ്ഞൾപ്പൊടി നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങിയ മഞ്ഞൾപ്പൊടി ഒന്നും ഉപയോഗിക്കണ്ട കേട്ടോ. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി വീട്ടിൽ നിന്ന് പൊടിച്ച് എന്താ പറയുക, നമ്മൾ മഞ്ഞൾ വാങ്ങി പൊടിച്ചിട്ട് നമുക്ക് എടുത്താലും മതി. പിന്നെ ഞാൻ ഈ സാധാരണ മഞ്ഞൾ തന്നെ കേട്ടോ, നമ്മുടെ ഈ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾ, സാധാരണ മഞ്ഞൾ. പക്ഷെ ഞാനത് വീട്ടിൽ നിന്ന് പൊടിച്ചുണ്ടാക്കിയത്. കാരണം എൻ്റെ സിസ്റ്റർ അവർക്ക് മഞ്ഞൾ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഫ്രഷായിട്ട് മഞ്ഞൾ പൊടിച്ചുണ്ടാക്കി അങ്ങനെ എനിക്ക് എപ്പോഴും തരും. ഞാൻ നാട്ടിൽ പോയാൽ എനിക്ക് ഈ മഞ്ഞളാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഞങ്ങൾ ഫുഡിനൊക്കെ ഉപയോഗിക്കുന്നതും. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കാറ്. ഈ മഞ്ഞൾപ്പൊടി കുറച്ച് തൈരിൽ
പിന്നെ നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, അലർജി ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കുക. ഈ തൈരൊക്കെ അലർജി ഉള്ളവരും അതൊക്കെ നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യാട്ടോ. അങ്ങനെയൊന്നും അലർജി ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അലർജി ഉള്ള ആൾക്കാരൊക്കെ ഉപയോഗിച്ച് പിന്നെ ഒത്തിരി അത് കൂടാനൊക്കെ ചാൻസ് ഉണ്ടാവാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ എല്ലാ വീഡിയോസിലും, നിങ്ങൾ അലർജി ഉള്ള ആരും ഇങ്ങനത്തെ ഒന്നും ചെയ്യുമ്പോൾ എല്ലാം ശ്രദ്ധിച്ച് ചെയ്യണം. അല്ലാത്തവർക്ക് സ്കിന്നിന്, കാരണം ഇത് ഏറ്റവും നല്ലതാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഇപ്പം ഓയിലി സ്കിന്നൊക്കെ ആയിട്ടുള്ളവർക്ക് എപ്പോഴും പിമ്പിൾസിൻ്റെ ഒരു പിമ്പിൾസ് ആയിട്ട് അത് വല്ലാത്തൊരു പ്രശ്നമാണ്, എന്നോട് പറയാറുണ്ട്. അപ്പം നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കുക, സ്കിന്നും കുറച്ചങ്ങനെ ഡ്രൈ ആവും. അപ്പം നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം കേട്ടോ, കമൻറ്റ് ചെയ്യണം എല്ലാവരും. അപ്പം ചെയ്യില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ടാറ്റാ.